കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ആക്റ്റീവ് ആക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഇന്ന് ഞാൻ പതിവ് തെറ്റിച്ച് നേരത്തെ എഴുന്നേറ്റു. കാരണം നോറയ്ക്കാണെങ്കിലോ മമ്മേനെ മതി. അപ്പോൾ പിന്നെ ഞാനല്ല വേറെ ആരും ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ജെയ്സൻ്റെ ഓഫീസിലേക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഞാൻ ഇവിടേക്ക് വരും ടാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടാറ്റ കൊടുക്കാൻ നിന്നപ്പോഴാണ് കർച്ചീഫ് എടുത്തില്ല എന്ന് മനസ്സിലായത്. ഞാൻ ഓടിപ്പോയിട്ട് കർച്ചീഫ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടു. ആ വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രില്ലുള്ള കാരണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടുക പുള്ളി അത് ക്യാച്ച് ചെയ്തോളും. ഇതാട്ടോ നമ്മുടെ 2 BHK പുതിയൊരു കുഞ്ഞ് ഹോം എന്ന് തന്നെ പറയാം. പിന്നെ അടുക്കളയിലെല്ലാം പണി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി വെച്ചാൽ എന്തൊരു രസമല്ലേ. അങ്ങനെ നമ്മൾ ബ്രൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രൂ ഉണ്ടാക്കണമെങ്കിൽ ഈ ഇൻഡക്ഷൻ ഞാൻ വെയിറ്റ് ചെയ്യണം. ഒരു ഇൻഡക്ഷനുണ്ട്, ഒരു കുക്കറുണ്ട്. എന്നാൽ ഇവിടെ ഗ്യാസ് ഇല്ല. കാരണം പുതിയ കണക്ഷന് വേണ്ടി നമ്മൾ കുറേ നാളായി അപ്ലൈ ചെയ്യാൻ പോകുന്നു. പക്ഷേ കണക്ഷൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ആ ഗ്യാസ് തീർന്നിട്ട് 2-3 മാസമായി. പിന്നെ ഞാൻ വെയിറ്റും ചെയ്തില്ല. വേഗം തന്നെ ആ വെള്ളം മാറ്റി വെച്ചിട്ട് ബ്രൂ ഉണ്ടാക്കാൻ നോക്കി. ഇത് ഞാൻ ടീമായിട്ട് നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര രസമുണ്ട്. പിന്നെ ആ പൊടി എന്ന് പറയുന്നത് പുളിയോഗ്രാമിൻ്റെ പൊടിയാട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇവിടുത്തെ കർണാടക ഫുഡ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത് ഓരോന്ന് പരീക്ഷിക്കും. അങ്ങനത്തെ ഈ ചെറിയ കപ്പ് നോറയ്ക്കാട്ടോ. നോറ അങ്ങനെ കൊടുക്കലില്ല. പിന്നെ എനിക്ക് എന്തോ ഇന്നിപ്പോൾ ആ വെള്ളം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ദോശയും നമ്മുടെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുത്ത പരിപാടിയിലേക്ക്. ആദ്യം ഞാൻ ഈ ചിക്കൻ കാല് കണ്ടപ്പോൾ എനിക്ക് മുത്തുവിന് ഓർമ്മ വന്നത്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങളൊരു ചിക്കൻ കാലിന് വേണ്ടി ഭയങ്കര വഴക്കുണ്ടായി. അത് കുറച്ച് സീനായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയും ദോശയും കൂടി കഴിച്ചു.